ഇന്ന് നമുക്ക് പ്രസംഗങ്ങൾക്ക് യാതൊരു കുറവുമില്ലാത്തൊരു കാലമാണ്. വളരെ പ്രഗത്ഭരായ ദൈവദാസന്മാരുടെ പ്രസംഗം ഇന്ന് ഇവിടെയൊന്നും വരാതെ തന്നെ വീട്ടിലിരുന്ന് കേൾക്കാനുള്ള സൗകര്യം നമുക്കുണ്ടല്ലോ. പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് കേവലം ഒരു പ്രസംഗന്റെ പ്രസംഗ പാടവത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണല്ലോ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അപ്പം ഈ ജീവനും ചൈതന്യവും ശരിക്ക് അത് എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ദൈവവചനത്തിന്റെ ജീവൻ അത് നമ്മുടെ ജീവിതത്തിലാണല്ലേ, വേറെ ഒരിടത്തും ഇത് കാണാൻ പറ്റില്ല. ദൈവവചനത്തിന്റെ ജീവൻ, ആ ജീവൻ തരുന്നത് നമ്മുടെ ജീവിതത്തിലാണ്. അത് വളരെ വ്യക്തിപരമായിട്ട് അനുഭവിച്ചവരാണ് നമ്മളെല്ലാവരും, അനുഭവിക്കുന്നവരാണ്. ഇന്നത്തെ ഈ ചെറിയ വചന ശുശ്രൂഷ കർത്താവ് അങ്ങനെ നമ്മുടെ ഹൃദയത്തില് ആ ജീവന് കുറച്ചുകൂടി ഒരു പ്രസരിപ്പ് നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ബൈബിൾ കോളേജിൽ പഠിച്ചതുകൊണ്ടോ പഠിക്കാതിരുന്നതുകൊണ്ടോ ഇതൊന്നും ഇതിന് മാനദണ്ഡമല്ല. ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് ദൈവവചനത്തിന്റെ വലിയ കാര്യമായ കാര്യങ്ങളൊന്നും അറിയാതെ നടക്കുന്ന പലരും ഉണ്ട്. എന്നാൽ ഇതൊന്നും പഠിക്കാതെ കർത്താവിങ്കിൽ നിന്ന് പഠിച്ച് ശുശ്രൂഷിക്കുന്ന അനേകരുണ്ട്. അപ്പൊ ഇതൊന്നും ഇതിന്റെ മാനദണ്ഡമൊന്നുമല്ല. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് സംസാരിച്ചാലാണ് അതുകൊണ്ട് പ്രയോജനമുള്ളൂ, അല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിലായിരിക്കും. നമ്മൾ പാടിയൊരു പാട്ട്, കാലമെല്ലാം കഴിയും, ഇന്ന് കാൺമതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. ഇത് നമ്മൾ പാടിവിടുക മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. ഈ കാലമെല്ലാം കഴിയും, കാണുന്നതെല്ലാം അഴിയും, പിന്നെ ഒരു പുതിയ യുഗം വിരിയും, നാം തിരികെ വരാതെ എന്നേക്കുമായി നിത്യതയിൽ മറയും. ഇത് നമ്മുടെ പ്രത്യാശയാണ്. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ നാം സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. ഇവിടെ മാത്രമാണ് പ്രത്യാശയെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു ഗുണവുമില്ല. ദൈവദാസനായ മോശയെ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. സങ്കീർത്തനത്തിൽ 90-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ടീച്ച് us to number our days എന്നാണ്. ഞങ്ങളെ എന്താ പഠിപ്പിക്കേണ്ടത്? ഞങ്ങളുടെ നാളുകളെ എണ്ണാനായിട്ട്. ഈ ഭൂമിയിലെ ഓരോ ദിവസവും എണ്ണി എണ്ണി ജീവിക്കേണ്ടതാണ്. കാരണം എന്താണ്? ഓരോ ദിവസവും ഇവിടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് കർത്താവ് തന്നിരിക്കുന്ന ഒരു അവസരമാണ് ഈ ജീവിതം. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തി ഇവിടെ ജീവിക്കണം. നമ്മുടെ ദിവസങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ എത്ര ദിവസങ്ങളുണ്ട് നമുക്കിവിടെ? മോശ പറയുന്നുണ്ട്, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം എന്താണ്? കഷ്ടതയും പ്രയാസവും സങ്കടവും രോഗവും ദുഃഖവും നല്ല കാര്യങ്ങളും ഒന്നും അല്ല ഇതിന്റെ ആകത്തുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ കർത്താവ് അത് തന്നെയല്ലേ പറഞ്ഞ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്. ഇന്ന് ചിലര് പ്രസംഗിക്കുന്നത് കർത്താവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ എല്ലാ കഷ്ടങ്ങളും തീർന്നു പോകും, കടമുണ്ടെങ്കിൽ അത് മാറിപ്പോകും, രോഗമുണ്ടെങ്കിൽ എല്ലാം മാറിപ്പോകും. ഇതൊന്നും നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. പക്ഷെ ഒറ്റ കാര്യം ഗ്യാരണ്ടി ചെയ്യാം. എന്താണത്? നീ നിത്യജീവൻ പ്രാപിക്കും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. അപ്പം അതിന് മാത്രമേ ഗ്യാരണ്ടി. ബാക്കിയുള്ള കർത്താവിന് എല്ലാം ചെയ്യാൻ കഴിയും. ഒന്നും കർത്താവിന്റെ പരിധിക്ക് അപ്പുറമല്ല. അപ്പം
ഈ 70 80 അല്ലെങ്കിൽ 90 100 ഒക്കെ ഇവിടെ ജീവിച്ചാലും ഇന്ന് നമുക്ക് നല്ല സ്മാർട്ട് ഫോണൊക്കെ കയ്യിലുള്ളത് കൊണ്ടൊന്ന് കണക്ക് കൂട്ടാൻ വളരെ ഒരു നിമിഷം പോലും വേണ്ട എത്ര ദിവസം ഇവിടെ ജീവിതം ഉണ്ടെന്ന്. എന്നിട്ട് എത്ര കൊല്ലം ഇവിടെ ജീവിച്ചു എന്നുള്ളതോടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ തന്നെ വിചാരിക്കും, അയ്യോ ഇനിയിപ്പോ ഇത്രയും ദിവസമൊക്കെ ഉള്ളല്ലേ ഇവിടെ. വളരെ നല്ലൊരു ചിന്തയാണ്. അങ്ങനെ ചിന്തിച്ച് വേണം നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ട്, ഒരുങ്ങാനായിട്ട്. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി ഇവിടെ ജീവിക്കുക. അങ്ങനെയുള്ളവരാണ് ആര്? ജ്ഞാനികളെന്ന് പറയുന്നത്. ദൈവിക ജ്ഞാനം ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നവര് ആരാണ്? നിത്യതയെ കുറിച്ചുള്ള ഒരു ദർശനത്തിൽ, കാഴ്ചപ്പാടിൽ ഇവിടത്തെ ജീവിതം നയിക്കുന്നവര്. അങ്ങനെയുള്ളവരാണ് പാടുന്നത്. പണ്ടൊരു പാട്ടുണ്ട്, മണ്ണെ പ്രതി മാണിക്യം ഞാൻ വെടിയില്ല. ഈ ലോകത്തില് പലതും എനിക്ക് അട്രാക്റ്റീവ് ആയിട്ടുണ്ടെങ്കിലും പലതിനോടും എനിക്ക് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഞാൻ എന്നെ തന്നെ വിലക്കിയിരിക്കുന്നത് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നിനെ ഞാൻ ഈ ജീവിതത്തിൽ അറിഞ്ഞതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കണം. 2 തരത്തിലുള്ള നിത്യതയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഒന്ന്, ജീവങ്കലേക്ക് പോകുന്ന നിത്യജീവനിൽ കർത്താവിനോടൊത്ത് അവസാനിക്കുന്ന നിത്യതയും. 2, നാശത്തിൽ അവസാനിക്കുന്ന നിത്യതയും. നിത്യനാശത്തിൽ, ശിക്ഷാവധിയിൽ അവസാനിക്കുന്ന. ഒരിക്കലൊരു ഉപദേശി പരസ്യയോഗത്തിന് പ്രസംഗിക്കുകയായിരുന്നു. ജീവങ്കലേക്ക് പോകുന്ന വഴിയെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. ഉപദേശി പറഞ്ഞു, ഈ വഴി ഇടുക്കവും ഞെരുക്കവും ഒക്കെ ഉള്ള ഒരു വഴിയാണ്. വളരെ ഇടുങ്ങിയൊരു വഴിയാണ്. ഇടുങ്ങിയ വഴിയായിരിക്കാൻ കാരണം നമ്മുടെ കൂടെ വേറെ ഒന്നും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഒന്നും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഈ ലോകത്ത് നമ്മൾ പാട്ടുണ്ടല്ലോ, നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തവനായി വന്നു, ഒന്നുമില്ലാത്തവനായി തന്നെയാണ് ഞാൻ പോകുന്നത്. ഒരു ധനവാനായ മനുഷ്യന് ഒരിക്കല് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഉറുമ്പ്, മഴക്കാലമാണ്, ഒരരി ഇങ്ങനെ, അരി ഉണ്ടല്ലോ, ഒരു അരിയുടെ മണി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. കഷ്ടപ്പെട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നു. അതിങ്ങനെ വലിച്ചുകൊണ്ട് പോയി. അപ്പൊ താനിങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇത് എങ്ങോട്ടാണ് പോകുന്നത്. വളരെ ഭാരപ്പെട്ട് വലിച്ച് 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 കുറെ സമയം കഴിഞ്ഞപ്പം അതിൻ്റെ ആ കടന്നു പോകുന്ന ചെറിയൊരു സുഷിരം ഒരു ഹോളിന്റെ അടുത്തെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അകത്തേക്ക് ഇത് കയറുന്നില്ല. അവിടെ മരം കൊണ്ടുവന്നിട്ടും ഇതകത്തേക്ക് കയറുന്നല്ലോ എന്ന് കണ്ടിട്ട് ഉറുമ്പിന് ഇത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. നമ്മളും കൊണ്ടു നടക്കുന്ന പലതും ഇങ്ങനെയൊക്കെയാണ്. അവസാനം മനസ്സിലാകും, തനിയെ ഞാൻ പോകണം, തനിയെ ഞാൻ നിൽക്കണം, ഞാൻ തന്നെ ഉത്തരം പറയണം. ഐ ആം അക്കൗണ്ടബിൾ. ഞാൻ തന്നെയാണ് ഉത്തരവാദി. ഈ ഒരു ബോധം ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളിൽ എത്ര പേർക്ക് ഒരു പുസ്തകം പരിചയമുണ്ടെന്ന് അറിയില്ല. ഈ പരദേശി മോക്ഷയാത്ര നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? കുറച്ച് പേര് വായിച്ചിട്ടുണ്ട് അല്ലേ? കുറച്ച് പേരെ വായിച്ചിട്ടുള്ളൂ. എല്ലാവരും കണ്ടിട്ടുണ്ടോ? എല്ലാവരും? എന്നാല് പാസ്റ്ററെ ഒരു കോപ്പി അത് എല്ലാവർക്കും സംഘടിപ്പിക്കണം. നമുക്ക് അതിനുള്ള പൈസ പാസ്റ്ററായി കൊടുത്തിരുന്നാൽ മതി. ഇവിടെ കോട്ടയത്ത് അവൈലബിൾ ആണ് ആ സാധനം. ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും ഒന്ന് വായിക്കണം. പിൽഗ്രിംസ് പ്രോഗ്രസ്. പിള്ളേർക്ക് ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവർക്ക് പിൽഗ്രിംസ് പ്രോഗ്രസ് വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ പരദേശി മോക്ഷയാത്ര. ഈ പരദേശി മോക്ഷയാത്ര വായിക്കുമ്പോൾ അതിനു മുമ്പ് ഇത് ആരെ എഴുതിയെന്നൂടെ പറയണമല്ലോ. ജോൺ ബെനിയൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ് ഇത് എഴുതിയത്. 17-ാം നൂറ്റാണ്ടില് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ദൈവദാസൻ. അന്ന് ഈ കത്തോലിക്ക പോപ്പുമാരുടെ ഭരണമാണ്. സുവിശേഷം അറിയിക്കാനായിട്ട്
അന്ന് വേറെ ആർക്കും അധികാരമില്ലായിരുന്നു. പോപ്പ് പറയുന്നതാണ് സുവിശേഷം. വേറെ ആരെങ്കിലും അറിയിച്ചാൽ അത് രാജ്യദ്രോഹമായി കണക്കാക്കിയ കാലം. അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ്, ആ കാലത്താണ് ജോൺ ബെനിയൻ സുവിശേഷം പ്രസംഗിച്ചു, കൂട്ടായ്മകൾ നടത്തി, തന്നെ പിടിച്ച് ജയിലിലിട്ടു. 1661 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1661 തന്നെ ജയിലിലിട്ടത്. 3 മാസത്തെ ശിക്ഷ വിധിച്ചു. 3 മാസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഇനി നിനക്ക് പോകാം, വൺ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ ഉണ്ട്, എന്താണെന്നറിയാവോ? ഇനി നീ പോയി പ്രസംഗിക്കരുത്. ജോൺ ബെനിയൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് വിട്ടാൽ ഞാൻ ഇന്ന് തന്നെ തുടങ്ങും പ്രസംഗം. അടുത്ത 11 കൊല്ലവും കൂടെ ജയിലിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ 11 കൊല്ലം ജയിലിൽ കിടന്നപ്പോഴാണ് ജോൺ ബെനിയന് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ദർശനം ഉണ്ടായി. ജീവിതത്തിന്റെ ആരംഭം നാശപട്ടണം വിട്ട് മോക്ഷപുരിയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ക്രിസ്ത്യാനി. കൂടെ കൂടുവാൻ സ്വന്തം കുടുംബമില്ല, നാട്ടുകാരെല്ലാം കളിയാക്കി. അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര തിരിക്കുന്നവൻ വഴിയിൽ പലരെയും കണ്ടുമുട്ടി. നിങ്ങളതൊന്ന് വായിച്ചിരിക്കേണ്ടതാണ്, ഒരു നോവലാണ് ശരിക്കും. പക്ഷെ തനിക്ക് ലഭിച്ച ഒരു ദർശനമാണ്. ഈ നോവലിൽ അപ്പോൾ മോക്ഷപുരിയിലേക്ക്, സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്വർഗീയ കവാടത്തിന്റെ അടുത്ത് ചെല്ലുന്നതുവരെയും വേറൊരു വഴിയും കൂടെ ഇതിനോട് കൂടെ ഉണ്ട്. അത് ഏത് വഴിയാണെന്നറിയാവോ? നരകത്തിലേക്ക് പോകുന്ന വഴിയാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ചെന്നെത്തും വരെയും സാധ്യതകൾ വളരെയാണ് പിന്തിരിഞ്ഞു പോകാനായിട്ട്. മറ്റേ വഴിയും തിരഞ്ഞെടുക്കാം. അത് ഞാൻ വളരെ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ദൈവമക്കളാണ്. തിരുവെടുത്ത് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, ആദ്യ വിശ്വാസം നാം അവസാനത്തോളം പിടിച്ചാൽ എന്തോ നാം ക്രിസ്തുയേശുവിൽ പങ്കാളികളായിട്ട് തീർന്നിരിക്കുകയാണ്. ആദ്യ വിശ്വാസം അവസാനത്തോളം. അപ്പൊ നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്തുകൊണ്ട്? നിശ്ചയമായിട്ടും ഉണ്ടല്ലേ? കർത്താവിനെ സേവിക്കുന്നതില് നമ്മുടെ ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിന്റെ ഒരു നിശ്ചയവും മുൻ നിർണയവുമെല്ലാം ഇതിന്റെ അകത്തുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തില് വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോകണം നമ്മള്. കാരണം എന്താണ്? നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഈ ജീവിതം വിട്ട് ഏറ്റവും ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നാം എല്ലാവരും പ്രത്യാശയോടെ ജീവിക്കുകയാണ്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ പ്രത്യാശയില്ലാത്ത ജാതികളെ പോലെ ആകരുത്. പ്രത്യാശയില്ലാത്ത ജാതികൾ. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അന്ന് നിങ്ങൾ പ്രത്യാശയില്ലാത്തവരായിരുന്നു, അന്ന് നിങ്ങൾ ദൈവമില്ലാത്തവരായിരുന്നു, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. ഇന്ന് നിങ്ങൾ അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾക്ക് ദൈവമുണ്ട്, പ്രത്യാശയുണ്ട്, അങ്ങനെ വിശുദ്ധന്മാരായിട്ട് സംസർഗമുണ്ട്. ഇന്ന് നിങ്ങളെ ഇരുത്തിയിരിക്കുന്ന സ്ഥലം വളരെ വ്യത്യസ്തമായ സ്ഥലവുമാണ്. സ്വർഗസ്ഥലങ്ങളിൽ നിങ്ങളെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പം ഈ യാത്രയിൽ എന്താണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ ഒരു സത്യം ഉൽപ്പത്തി പുസ്തകം വരെ മുതൽ വെളിപ്പാട് വരെയും കാണുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിനെ സേവിച്ച സകലരും അവരെന്തു ചെയ്തു എന്നുള്ളതിനേക്കാൾ ഉപരി അവരുടെ ജീവിതം ഏതെല്ലാം നിലകളിൽ പ്രയോജനപ്പെട്ടു എന്നുള്ളതിനേക്കാൾ ഉപരി ഏറ്റവും പ്രധാനമായിട്ട് ദൈവത്താൽ അംഗീകാരവും സാക്ഷ്യവും ലഭിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. വിശ്വാസമാണെന്ന് നമ്മൾ പറഞ്ഞേക്കാം, ശരിയാണ്. അതോട് ചേർന്ന് തന്നെ നിൽക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, അനുസരണം. അല്ലേ? ദൈവത്തെ അനുസരിക്കുക. ഒരു വേദഭാഗം ഒന്ന് വായിച്ചിട്ട്, മത്തായി സുവിശേഷം 21:28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും ദൈവത്തിനടുത്തൊന്ന് നോക്കിക്കേ. എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്നവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ച് അവൻ പോയി.
രണ്ടാമത്തവന്റെ അടുക്കൽ അവൻ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ രണ്ടുപേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുതപിച്ചില്ല. മതി. കർത്താവ് പറഞ്ഞ ഈ ഉപമ നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ ഉപമയിൽ നിന്ന് പ്രസംഗം വളരെ ചുരുക്കമാണ് നമ്മളെല്ലാവരും കേട്ട് കാണാൻ സാധ്യതയുള്ളൂ, ഞാൻ ഉൾപ്പെടെ. എന്നാൽ ഈ ഉപമയുടെ ഒരു പശ്ചാത്തലമുണ്ട്. നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷയെ വെല്ലുവിളിക്കുന്ന കുറെ യഹൂദ മതാനുസാരികൾ, ശാസ്ത്രിമാരും പരീശന്മാരും. അതിന്റെ മുകളിലുള്ള 23 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ പരീശന്മാരും ശാസ്ത്രിമാരും കർത്താവിനോട് കയറി ചോദിച്ചു, നീ എന്ത് അധികാരം കൊണ്ടാണ് ഈ ചെയ്യുന്നതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്ക് ഓർഡിനേഷൻ ഉണ്ടോ? അല്ലെങ്കിൽ നിനക്ക് കാർഡ് കിട്ടിയിട്ടുണ്ടോ? ഇല്ലേ? ഒരിക്കലും ഞാൻ ഒരിടത്ത് ബൈബിൾ ക്ലാസ് എടുക്കാനായിട്ട് ഒരു പുതിയ സ്ഥലം, അവിടെ ചെന്ന് ഒരു വീട്ടിൽ കൂടി ബൈബിൾ ക്ലാസ് എടുക്കാനായിട്ട് ചെന്നപ്പം അപ്പൊ ഒരു സുവിശേഷകൻ എന്ന് പറയുന്ന ഒരാള് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെയൊക്കെ വരാനുള്ള അധികാരം ആര് തന്നു? സുവിശേഷകനാണ് അദ്ദേഹം എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു വന്ന അദ്ദേഹത്തിന്റെ ഏറിയാണ് ആ പ്രവർത്തന ഏറിയ. എനിക്ക് അതിശയം തോന്നി ശരിക്കും. അങ്ങനെ ഒരു ഏറിയ തിരിച്ച് ആർക്കും കർത്താവ് കൊടുത്തിട്ടുണ്ടോ? ഈ ലോകം മുഴുവനും, ലോകത്തിൽ എല്ലായിടത്തും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കും. അപ്പം ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, കർത്താവിനോട് ചോദിക്കുകയാണ്, നിനക്ക് ഓർഡിനേഷൻ ആരാ തന്നത്? ഞാൻ എന്റെ ബാക്കി പറയുന്നേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഈ അധികാരം നിനക്ക് ആര് തന്നു എന്ന് ചോദിക്കുകയാണ് കർത്താവിനോട്. നമ്മുടെ കർത്താവ് അങ്ങനെ ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞാല് അതിന് നേരെ ഇന്നാരാണ് എനിക്ക് പെർമിഷൻ തന്നേന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. എന്താ കർത്താവ് പറഞ്ഞത്? കർത്താവ് പറഞ്ഞു, ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. ആ ചോദ്യം എങ്ങനെയാണ്? യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നുള്ളതായിരുന്നോ ഭൂമിയിൽ നിന്നുള്ളതായിരുന്നോ? ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഇത് നന്നായിട്ട് അറിയാം, ഇത് കുഴഞ്ഞു എന്നുള്ളത് ശരിക്കും മനസ്സിലായി. ആകെ പ്രശ്നമായി. കാരണം എന്താ? സ്വർഗത്തിൽ നിന്നുള്ളതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അവനിൽ വിശ്വസിച്ചില്ല എന്ന് കർത്താവ് ചോദിക്കും. മറുപടി ഉണ്ടാകില്ല. മനുഷ്യരിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിശ്ചയമായിട്ടും ജനങ്ങൾ എന്ത് ചെയ്യും? കല്ലെറിയും. കാരണം ജനങ്ങള് യോഹന്നാനെ പ്രവാചകനെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ രണ്ടിനാലും ഞരങ്ങിയിട്ട് ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞു, എന്നാ ഞാനും നിങ്ങളോടൊപ്പം പറയുന്നില്ല എന്ത് അധികാരം കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന്. പക്ഷേ അവർക്കൊരു സ്വർഗീയ മർമ്മത്തെ കർത്താവ് വെളിപ്പെടുത്തി. ആ മർമ്മമാണ് നമ്മളിപ്പോ വായിച്ചത്. കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. ഒരുവനോ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇന്ന് പോയി മുന്തിരി തോട്ടത്തില് അധ്വാനിക്കാനായിട്ട് പറഞ്ഞു. ഇന്നാണ് പറഞ്ഞതിന്റെ തെങ്ങിൻ തോപ്പിൽ പോയി അധ്വാനിക്കാനോ, അല്ലെങ്കിൽ അന്നുള്ള കൃഷിയാണല്ലോ ഇവിടെ. അങ്ങനെ അധ്വാനിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം അവൻ പറഞ്ഞു, ഞാൻ പോകാന്നാണ് പറഞ്ഞത് അല്ലേ? ഞാൻ പോകാന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, അവൻ പോയില്ല. പറഞ്ഞതല്ലാതെ പോയില്ല. എന്നാൽ മറ്റവനോട്, വേറൊരു മോനോട് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം, എൻ്റെ പിതാവ് പറഞ്ഞതല്ലേ, താൻ മാനസാന്തരപ്പെട്ടു പോയി. ഇവരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം ചെയ്തത്? ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാകുന്ന ഒരു ഉപമ. നമ്മുടെ കർത്താവിന്റെ ഉപമയുടെ പ്രത്യേകത എങ്ങനെയാണ്? ഇന്ന് ചിലർ പറയുന്ന ഉദാഹരണമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ഒരു പിടി ഒന്നും കിട്ടുകയല്ല. കർത്താവ് പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ട് സാധാരണ ജനത്തിന്, ഞാൻ പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് എത്ര വേണമെങ്കിലും പ്രസംഗിച്ചോളാം. എന്നിരുന്നാലും നിങ്ങളെ ഞാൻ പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അല്ല, സന്തോഷമുള്ളവര് ഉണ്ടോ? സന്തോഷമുള്ളവര് കാണും അല്ലേ? ഓക്കെ, നിങ്ങളെന്തായാലും പ്രാർത്ഥനയോടുകൂടി ഇരിക്കും. ഞാൻ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ
പല കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോകും. അപ്പം ആ വിഷയത്തിൽ നിന്ന് പോകുക എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ 2 പുത്രന്മാർ, ഒരുത്തൻ പോകാമെന്ന് പറഞ്ഞു, അവൻ പോയില്ല. മറ്റൊരുത്തൻ പോകത്തില്ലെന്ന് പറഞ്ഞു, അവൻ മാനസാന്തരപ്പെട്ടു, അവൻ പോയി. ഇവരിൽ ആരാണ് ഇഷ്ടം ചെയ്തത്? ഏത് കൊച്ചു കുഞ്ഞിനും എന്തോ ചെയ്യാം, ഇതിന്റെ ആൻസർ ഉണ്ട്. കർത്താവ് സാധാരണ ജനത്തിന് മനസ്സിലാകുന്ന രീതിയിലാണ് സംസാരിച്ച്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാകില്ല. ഞങ്ങളുടെ ബൈബിൾ കോളേജിലൊക്കെ ആണെങ്കിൽ പറയും വേണ്ട, തിയോളജി തന്നെയാണ് പറയുന്നത്. ND റൈറ്റ് എഴുതിയതും ബുൾട്ട്മാൻ എഴുതിയതും ഒക്കെ ആയ കാര്യങ്ങളൊന്ന് പറയും. ഞാൻ ബൈബിൾ കോളേജിൽ ഇതൊന്നും പറയാറില്ല. അവർ പറഞ്ഞ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, അവർ പറഞ്ഞതിനേക്കാൾ പ്രസക്തി നമ്മുടെ കർത്താവ് പറഞ്ഞത് പറയുന്നതാണ്. അത്രയും വിലയുള്ള എന്താ ഉള്ളത്? ഒരിക്കല് ഒരു തിയോളജി പ്രൊഫസർ, ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന പ്രൊഫസർ ഇങ്ങനെ പഠിപ്പിച്ചു, ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചു. അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് പഠനത്തില്. എഹെസ്കേൽ പ്രവചനം, ദാനിയേൽ പ്രവചനം, ഇതിലെ കുറെ ഭാഗങ്ങളും വെളിപ്പാട് പുസ്തകവും ചേർന്ന അന്ത്യകാല സംഭവങ്ങൾ, കുറെ അനിഷ്ട സംഭവങ്ങളൊക്കെ നടക്കുന്ന വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. പക്ഷേ അതിന്റെ അവസാനം നല്ലൊരു അവസാനമാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് പഠിപ്പിച്ച പ്രൊഫസർ ഈ ബുക്ക് ഓഫ് റെവലേഷൻ വായിച്ചിട്ട് പുള്ളിക്കും ഒന്നും മനസ്സിലായില്ല. പഠിപ്പിക്കുന്ന അധ്യാപകന് മനസ്സിലായതിന് പിള്ളേർക്ക് മനസ്സിലാകുകയില്ലല്ലോ. പിള്ളേർക്കും ഒന്നും മനസ്സിലായില്ല. ഇതെന്താണ് ഇയാൾ ഈ പറഞ്ഞു വരുന്നതെന്ന്. അവസാനം ഈ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഇവർ കളിക്കാൻ പോയി, ഫുട്ബോൾ കളിക്കാൻ പോയി. ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഫുട്ബോൾ കളിക്കുകയാണ്. കളിയെല്ലാം കഴിഞ്ഞിട്ട് ബോൾ റൂമിൽ വെക്കാനായിട്ട് വന്നപ്പം ഇതിന്റെ എല്ലാം കാവൽക്കാരനായ വിദ്യാഭ്യാസം അല്ലാത്ത ഒരു മനുഷ്യൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവര് നോക്കിയപ്പോ പുള്ളി വായിക്കുന്നത് ബുക്ക് ഓഫ് റെവലേഷനാ, വെളിപ്പാട് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവര് ചോദിച്ചു അതിശയത്തോടെ, നീ ബൈബിളാണോ? ആ അതെ. ഈ വെളിപ്പാട് പുസ്തകം നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ എനിക്ക് നല്ലപോലെ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വിഷയം എന്താ? യേശു ജയിക്കുന്നു, അത്രേ ഉള്ളൂ. ജീസസ് വിൻസ്. അതാണ് ഇതിനകത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് ജയിച്ചിരിക്കുകയാണ്. ഇതാണ് വിഷയം. ഈ കാര്യം അവർക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് സാധാരണ ജനത്തിന് മനസ്സിലാകുന്നതാണ് സുവിശേഷം. കാരണം എന്താണ്? അക്ഷരാഭ്യാസമില്ലാത്തവനും വലിയ വിദ്യാഭ്യാസമുള്ളവനും ഒരുപോലെ ഏവനും സുവിശേഷം എന്താണ്? വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. ഇത് ദൈവശക്തിയാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതെല്ലാം മനുഷ്യ ഹൃദയത്തിലാണത് ഇടപെടുന്നത്, പ്രവർത്തിക്കുന്നത്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണിത്. ഈ വെളിച്ചം കടന്നു വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ജീവിതത്തിൽ നിന്ന് അന്ധകാരമെല്ലാം മാറി വെളിച്ചം കാണുന്നത്. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാകുന്ന അന്നേരമാണ്, കർത്താവിനെ അറിയുമ്പോഴാണ്. അപ്പം കർത്താവ് ഒരു കാര്യം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ തിയോളജി എല്ലാം അറിയാമെങ്കിലും ശരിയായ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണെന്ന് നന്നായിട്ട് അറിയാം. നിങ്ങൾ പറയുന്നതും പ്രസംഗിക്കുന്നതും ശരിയാണ്, പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾ ശരിയല്ല. അതെന്തിലാണ്? നിങ്ങൾ ഈ പറയുന്നതും പഠിപ്പിക്കുന്നതൊന്നും നിങ്ങൾ അനുസരിക്കുന്നില്ല. മറ്റുള്ളവരുടെ മുതുകിൽ നിങ്ങൾ ഇത് വെച്ചു കൊടുക്കുകയാണ്, ചുമക്കുവാനായിട്ട് വലിയ ഭാരമായിട്ട് വെച്ചു കൊടുക്കുകയാണ് നിങ്ങളത്. ഇതായിരുന്നു അന്നത്തെ ഓർഡൈൻഡ് ആൾക്കാരുടെ പ്രശ്നം. ഇന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങള് കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറ്റുള്ളവരുടെ പുറത്ത് എന്തോ ചെയ്യുന്നു? ഇതൊന്നും എനിക്കുള്ളതല്ല, നിങ്ങൾ വേണമെങ്കിൽ ഇതെല്ലാം അനുസരിച്ചോളണം സ്വർഗത്തിൽ പോണെങ്കിൽ. കർത്താവ് പറഞ്ഞത്, നിങ്ങളിത് അനുസരിക്കാത്തിടത്തോളം കാലം നിങ്ങള് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമല്ല ചെയ്യുന്നത്. അനുസരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവരാരാണ് ആ കൂട്ടം? ചുങ്കക്കാരും വേശ്യമാരും കർത്താവിൽ വിശ്വസിച്ചവരുണ്ട്.
നിങ്ങൾ പാപികളെന്ന് എഴുതി തള്ളിയവര് എന്നിൽ വിശ്വസിച്ച് എന്നെ അനുസരിക്കുന്നവര് ദാ നിൽക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇന്നുവരെയും ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടുമില്ല. സത്യദൈവത്തെ അറിയാനോ അനുസരിപ്പാനുള്ള മനസ്സും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ പഴയ നിയമത്തിൽ എത്ര കൽപ്പനയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയും? എത്രയാ? 10 അല്ലേ? പണ്ട് പള്ളിയിൽ പോയ നിങ്ങൾ ആ കഥ അറിയാവോ? അറിയത്തില്ലേ? ഈ കല്യാണത്തിന് മുമ്പ് കുമ്പസാരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഇല്ലേ? അപ്പം അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ ചെന്നപ്പം ഒരുത്തനോട് അച്ഛൻ ചോദിച്ചു, എടാ കൽപ്പന എത്രയുണ്ടെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു 10. അത്രയേ ഉള്ളോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു അല്ല 12 ഉണ്ട്. അച്ഛൻ വീണ്ടും വീണ്ടും ചോദിച്ചു കഴിഞ്ഞപ്പം പല നമ്പറുകളാണ് ഇവൻ പറയുന്നത്. അച്ഛൻ പറഞ്ഞു, നീ പോയി ആദ്യം ബൈബിൾ വായിച്ച് കൽപ്പന എത്രയുണ്ടെന്ന് പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. താനിങ്ങനെ പോകുമ്പോ വേറൊരുത്തൻ കുമ്പസാരിക്കാൻ പോവുക. അവനോട് ചോദിച്ചു, എടാ നീ ചെല്ലുമ്പം അച്ഛൻ ചോദിക്കും കൽപ്പന എത്ര ഉണ്ടെന്ന്. അതിനെന്താ 10 കൽപ്പന? 10. ഞാൻ 20ഉം 25ഉം ഇതൊക്കെ പറഞ്ഞിട്ടും അച്ഛൻ സമ്മതിച്ചില്ല. നീ അങ്ങ് ചെല്ല് 10 കൊണ്ട് എന്ന് പറഞ്ഞതുപോലെ പല നമ്പറുകളാണോ ഞാനിവിടെ കേട്ടതെന്ന്. അല്ലല്ലേ? 10 കൽപ്പന അല്ലേ? പക്ഷെ 10 അല്ല. പഴയ നിയമത്തിൽ 10 കൽപ്പനയാണോ ഉള്ളത്? 613 കൽപ്പനകളെന്നാണ് ഒരു കണക്ക്. ഇനി 13 ശരിയല്ലെങ്കിലും 600ന് മേളിലാണ്. അതായത് ഈ 10 കൽപ്പനയെ അടിസ്ഥാനമാക്കി അനേക കൽപ്പനകൾ പഴയ നിയമത്തിലുണ്ട്. ഇതെല്ലാം അനുസരിച്ച് ഒരു മനുഷ്യന് ജീവിക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാലോ, അതെത്രയുണ്ട്? പ്രത്യേകം കൽപ്പന നമ്മളാരും എണ്ണി നോക്കിയിട്ടില്ല അല്ലേ? പുതിയ നിയമത്തിലേക്ക് വരുമ്പം ഒരു കണക്കനുസരിച്ച്, എന്റെ കണക്ക് എല്ലാം ശരിയാണെന്ന് ഇവിടെ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വീണ്ടും അത് വെരിഫൈ ചെയ്യാം. ഇന്ന് ഇതെല്ലാം വെരിഫൈ ചെയ്യാൻ വളരെ ഈസിയാണ്. 1100-ൽ കൂടുതൽ കൽപ്പനകൾ പുതിയ നിയമത്തിൽ ഉണ്ടെന്നാണ്. ഇത് എത്രയുണ്ടെന്ന് അറിയാനായിട്ട് ഉള്ളൊരു മാർഗമാണ് ദൈവവചനം വായിക്കുക എന്നുള്ളത്. ഒരു നോട്ട്ബുക്ക് കൈവയ്ക്കുക. ബൈബിൾ കോളേജിലും സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യേണ്ടത്, അങ്ങനെ ആരെങ്കിലും പോകുന്നെങ്കിൽ ബൈബിൾ വായിക്കണം, ദൈവവചനം പഠിക്കണം സ്വന്തമായിട്ട്. എന്നിട്ട് ഈ കാര്യം ഒന്ന് കുറിച്ചിട്ട് നോക്കിയേ, എന്തൊക്കെയാണ് ചെയ്യരുതെന്നും ചെയ്യണമെന്നും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒത്തിരി എഴുതാൻ കാണൂല്ലേ? വളരെ എഴുതാൻ കാണും. അപ്പൊ ഒരു 1100ന് മേളില് കൽപ്പനകള് നിശ്ചയമായിട്ടും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം പഴയ നിയമത്തിലെ കൽപ്പനകളെക്കാൾ എത്രയോ കൂടുതലും മാത്രമല്ല, അതിൽ ഒരെണ്ണമെങ്കിലും പാലിപ്പാനായിട്ട് അത്ര ഈസിയാണോ? പഴയ നിയമത്തിൽ കൊലപാതകവും വ്യഭിചാരവും അസൂയയും ഇത്തരം കാര്യങ്ങളൊക്കെ അശരീരമായിട്ടാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പം നീ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അത്ര ഈസി അല്ല. ശരിക്കും എന്താണ്? അപ്പൊ പിന്നെ ആർക്കെങ്കിലും ശിഷ്യന്മാര് ചോദിച്ചതുപോലെ പിന്നെ ആർക്കാ രക്ഷിക്കപ്പെടാൻ കഴിയുന്നത്? ഒരു കാര്യം കർത്താവ് പറഞ്ഞു, മനുഷ്യരാൽ ഇതെങ്ങനെയാണ്? അസാധ്യമാണ്. ദൈവത്താൽ സകലതും സാധ്യമാണ്. അതുകൊണ്ട് ഒരു ദൈവത്തിനെ സംബന്ധിച്ച് ഒരാത്മാവിലുള്ള ദാരിദ്ര്യം എന്തുകൊണ്ട് ഇല്ലേ? ഞാൻ ആകേണ്ടതുപോലെ ഞാൻ ഇന്നും ആയിത്തീർന്നിട്ടില്ല. വളരെ പഠിക്കും തോറും ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇതുവരെ ഒന്നും ശരിക്കും പഠിച്ചിട്ടില്ലെന്നാണ്. പ്രസംഗികളുടെ പ്രഭുവായ സ്പർജൻ ഇങ്ങനെ പറഞ്ഞു, ഈ തിരുവചനം എന്റെ കരങ്ങളില് കിട്ടിയിരുന്നെങ്കിൽ, കഴിഞ്ഞ കാല നിത്യതയിൽ ലഭിച്ചിരുന്നെങ്കിൽ, വരും കാല നിത്യത വരെയും
ഞാനിത് നിർത്താതെ പ്രസംഗിച്ചേനെ. ഇപ്പോഴും തിരുവചനമാകുന്ന ഈ മഹാസമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ ഞാൻ എൻ്റെ കാലുകൾ വെച്ചിട്ടേ ഉള്ളൂ. ഒന്ന് ഓർത്തു നോക്കിയേ, ഇതുവരെ ആ സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇന്നുവരെ. ജീവിതം മുഴുവനും പഠിക്കും തോറും നമ്മുടെ ദാരിദ്ര്യത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാണല്ലേ. ഇനി എവിടെയെല്ലാം ജീവിതം ശരിയാകാനുണ്ട്, ഇനി എന്തെല്ലാം കുറവുകളെ ജീവിതത്തിൽ പരിഹരിച്ച് മുൻപോട്ട് പോകുവാനായിട്ടുണ്ട്. ഒരു ദൈവവേദനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്നാൽ വേറൊരു കൂട്ടരുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവിന്റെ കത്തിൽ അത് പറയുന്നുണ്ട്, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ സമ്പന്നനൊന്നുമല്ല, നീ കുരുടനാണ്, നീ നഗ്നനാണ്, പക്ഷെ നിനക്കത് മനസ്സിലാകുന്നില്ല. ഇത് വളരെ ശോധനീയമായ ഒരു അവസ്ഥയാണ്. ഒരു ദൈവവേദനെ സംബന്ധിച്ച് എന്നും ആവശ്യക്കാരനാണ് ദൈവവേദനല്ലേ. ഭിക്ഷ യാചിക്കുന്നവന് എന്നും യാചിക്കണം ഇല്ലേ. ദരിദ്രന് എന്നും ആഹാരം ആവശ്യമാണ്. അപ്പൊ എന്നും നമുക്ക് കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കേണ്ടത് ആവശ്യമല്ലേ. കർത്താവിങ്കിൽ നിന്ന് അങ്ങനെ പ്രാപിച്ചാൽ മാത്രമാണ് നമുക്ക് ദൈവേഷ്ടം ചെയ്യാനും കർത്താവിനെ അനുസരിക്കുവാനുമായിട്ട് കഴിയുള്ളൂ. സുവിശേഷീകരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദൈവസഭയാണല്ലോ ഇത്. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ സുവിശേഷീകരണത്തിന് വേണ്ടി ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച് ഇറങ്ങിയ വർഷം ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ബാച്ചിൽ ഗ്രാജുവേറ്റ് ചെയ്ത 14 പേരാണ്. ഞാൻ ഈ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി ഒന്നുമല്ല, അത് അന്ന് ഫെയ്ത്ത് ചാപ്പൽ ആൻഡ് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് 1983 ഞാൻ ജോയിൻ ചെയ്യുന്നത്. 87 ഗ്രാജുവേറ്റ് ചെയ്യുന്നത്, 87 ജാനുവരിയിൽ. എൻ്റെ കൂടെ 14 പേരുണ്ടായിരുന്നു. ഈ 14 പേരും ഓരോ വഴിക്ക് തിരിഞ്ഞു. ചിലരെയൊക്കെ നിങ്ങൾ അറിയുമായിരിക്കും. അച്ചൻകുഞ്ഞ എലന്തൂരൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ആളാണല്ലോ, എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പൊ ഞങ്ങൾ 14 പേര് എല്ലാം നല്ല വഴികളിലാണ് എല്ലാവരും തിരിഞ്ഞത്. എനിക്ക് തോന്നി ഞാൻ അല്പൂടെ ടഫായിട്ടുള്ള വഴിയെ തിരഞ്ഞെടുക്കുന്നുള്ളൂ. ഞാൻ തീരുമാനിച്ചു കേരളം വിടാം. തമിഴ്നാട്ടിൽ രാമേശ്വരത്ത് പാസ്റ്റർ എം പൗലോസിന്റെ കൂടെ കുറെ കാലം. എം പൗലോസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുമെന്ന് എനിക്കറിയില്ല. അറിയാം, ഞാൻ 1 വർഷം അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഈ ശ്രീലങ്കയിൽ നിന്ന് റെഫ്യൂജീസ് ഒക്കെ ഒരുപാട് അവിടെ വരുന്നുണ്ടെന്ന്. ഈ LTTയുടെ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന കാലമാണ്. അപ്പൊ റെഫ്യൂജി ക്യാമ്പിലുള്ള പ്രവർത്തനമാണ്. ശമ്പളമില്ല, ആഹാരം ശരിക്കില്ല, ഭയങ്കര ചൂടും ആ ഹ്യൂമിഡിറ്റിയൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അവിടുത്തെ ആഹാരം പിടിക്കുകയല്ല. പക്ഷെ ഇതൊന്നും നോക്കിയാൽ നമുക്ക് അവിടെയുള്ള സാധാരണ ജനങ്ങളോട് സുവിശേഷം പറയാൻ പറ്റില്ല. അങ്ങനെ 1 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് വടക്കേ ഇന്ത്യയിലേക്ക് കർത്താവിൻ്റെ വചനവുമായിട്ട് പോകുന്നത്. അങ്ങനെ 87 പോയ ഞങ്ങൾ തിരിച്ചു വരുന്നത് 2011 തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്. അപ്പൊ ഒരു ഈസി ആയിട്ടുള്ള വഴി തിരഞ്ഞെടുക്കാൻ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. വളരെ ടഫായിട്ടുള്ള വഴി തന്നെയാണ് ആദ്യകാലങ്ങളിലെല്ലാം തിരഞ്ഞെടുത്തത്. അത് എന്നെ പല നിലയിൽ ബാധിച്ചിട്ടുണ്ട്. ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ട്, ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നഷ്ടമായില്ല എന്നുള്ളൊരു ബോധം എനിക്ക് അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. കാരണം കർത്താവിനെ അനുസരിക്കുന്നതിനോളം വേറെ ഭാഗ്യമൊന്നും ജീവിതത്തിലില്ല. നമ്മൾ കർത്താവിനെ അനുസരിക്കാൻ തയ്യാറാണോ? അവൻ എന്തു പറഞ്ഞാലും അത് ചെവിയെന്ന് കർത്താവ് എൻ്റെ അമ്മ പറഞ്ഞല്ലോ ഒരു ഭാഗത്ത്. അത് തന്നെ കർത്താവും പറയുന്നത്, ഞാൻ പറയുന്നത് നീ ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണമെന്നുള്ളത് അല്ലേ. ചിലർ വിചാരിക്കുന്നത് ബൈബിൾ കോളേജിൽ പഠിച്ചാൽ മാത്രമാണ് സുവിശേഷം പറയാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മിഷണറിമാരാണ് അല്ലേ. ഒരാൾ സുവിശേഷീകരണത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്,
പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യൻ വളരെ വിശപ്പും ദാഹവുമായിട്ട് ഇങ്ങനെ അലയുമ്പോൾ ഒരു സ്ഥലത്ത് ചെന്നുമ്പം ഇഷ്ടം പോലെ ആഹാരവും തനിക്ക് വേണ്ടതെല്ലാം ലഭിച്ചു. ഭക്ഷിച്ച് തൃപ്തനായി സന്തോഷത്തോടെ മടക്കയാത്രയിൽ വേറെ ഇതുപോലെ വലയുന്ന ഒരു മനുഷ്യനെ കണ്ടു. അവനോട് പറഞ്ഞു, ഞാൻ ഇന്നിടത്ത് ആ സ്ഥലത്ത് എനിക്ക് വേണ്ടി ആഹാരവും വേണ്ടിയതെല്ലാം ഞാൻ കണ്ടുമുട്ടി, നിനക്കും അവിടെ ചെന്നാൽ നിനക്കും കിട്ടും. ഇതാ സുവിശേഷീകരണം. എന്താണ് കർത്താവിൽ നമ്മൾ കണ്ടെത്തിയെന്ന് വെച്ചാൽ അത് മറ്റുള്ളവരോട് പറയുക, അല്ലേ? അല്ലാതെ നമ്മൾ കുറെ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെന്ന് ഇവരോടൊന്നും പറഞ്ഞുകൊണ്ട് ആരും എന്തോ ആകുന്നില്ല. അതൊന്നും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറില്ല. കയറുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇതാണ് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത്, ഇതാണ് എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത്, നിനക്കും കർത്താവ് അത് ചെയ്തു തരും, നിനക്കും കർത്താവ് ചെയ്തു തരുമെന്ന് വിശ്വസ്തനാണ്. ഇതാണ് സുവിശേഷീകരണം. കർത്താവിനെ അങ്ങനെ അനുസരിക്കാനായിട്ട് നമുക്ക് കഴിയുമോ? ഈ കൽപ്പനകളെല്ലാം അനുസരിക്കാൻ ഒരുപക്ഷെ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് പരിമിതികൾ കാണും. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ ശക്തീകരിക്കും. എന്നും ആവശ്യക്കാരനായി കർത്താവിന്റെ മുന്നിൽ നിൽക്കുക. കർത്താവിനോട് പറയുക, എനിക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഇന്ന് കഴിക്കാനൊന്നും നമുക്ക് ആർക്കും ആഹാരത്തിന് കുറവൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളമാണ് പട്ടിണിയൊന്നും അങ്ങനെ ഇല്ലാത്തൊരു നാട്. വടക്കേ ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കർത്താവിന്റെ ദാസൻ അറിയാൻ പറ്റും, പട്ടിണി നാടാണ്. എന്നാൽ ഇവിടെ പട്ടിണിയൊന്നുമില്ല. അതുകൊണ്ട് പ്രത്യേകം എന്ത് ചെയ്യണ്ട, കർത്താവ് എനിക്ക് ഇപ്പൊ ലഞ്ച് റെഡിയാക്കി വെച്ചിട്ട് പോന്നിട്ട് ചർച്ച വന്ന് പ്രാർത്ഥിക്കണോ ലഞ്ച് തരാനായിട്ട്? ഇനി ഒരിക്കലും ഈ അനീഷ് കാവൂലോ എന്ന് പറഞ്ഞൊരു പാസ്റ്ററിന്റെ പ്രസംഗം ഞാൻ ഇങ്ങനെ കേട്ടു. അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ അറിയുമല്ലോ പുള്ളിയല്ലേ, പുള്ളി ഒരു അല്പം വീരശൂര പരാക്രമിയായ ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് സത്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ് അവരുടെ. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ഒരു സഭാഹാൾ പണിയാൻ 10 സെന്റ് സ്ഥലം കർത്താവ് തരണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റപ്പം ഓരോരുത്തരോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ട്? ഒരാൾക്ക് 5 ഏക്കർ, മറ്റൊരാൾക്ക് 10 ഏക്കർ. ഇത്രയും സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ 10 സെന്റിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന? എന്നാ ഈ 5 ഏക്കറിൽ നിന്ന് ഒരു 10 സെന്റ് അങ്ങ് കൊടുക്കാം എന്നുള്ള തീരുമാനമൊന്നും ഇല്ല. സകലത്തിനും പ്രാർത്ഥന. ഈ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ദൈവഗീത പ്രകാരം ഉള്ളതാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ അങ്ങ് ചെയ്തേക്കണം, അല്ലേ? ഇല്ലേ? പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. അത് ദൈവഗീത പ്രകാരം ഉള്ളതാണ്. കർത്താവ്, നിനക്ക് ഇത് കഴിയും, എന്നെ കൊണ്ട് ഇത് കഴിയില്ല, നീ അതുകൊണ്ട് ഇത് ചെയ്യണം. കർത്താവിനോട് പറയാം നമുക്കങ്ങനെ. അങ്ങനെ കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും കർത്താവ് ചെയ്യും, ഇല്ലേ? കർത്താവിന്റെ ഹിതമാണ് ചെയ്തു തരും. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞേ, അവന്റെ ഹിതപ്രകാരം നാം എന്തെങ്കിലും അവനോട് അപേക്ഷിച്ചാൽ അത് അവങ്കിൽ നിന്ന് ലഭിക്കുമെന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ്. ദൈവങ്ങളുടെ ധൈര്യം അതാണ്. പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ലഭിക്കാത്തത് എന്റെ ഹിതമല്ലാത്തതുകൊണ്ടാണ്. കാരണം കർത്താവിനറിയാം ഇത് ആർക്ക് കൊടുക്കണമെന്നുള്ളത്, അല്ലേ? എല്ലാവരുടെയും കയ്യിൽ എന്തോ ഏൽപ്പിക്കാൻ പറ്റില്ല, ഏൽപ്പിക്കാനായിട്ട് പറ്റില്ല എല്ലാം. ജെൻസനെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ, അല്ലേ? ഞങ്ങളുടെ മോനെ ഷാരനെ വിവാഹം കഴിച്ച് ഞങ്ങളുടെ മോനെ. ജെൻസൺ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? കാരണം ബൈക്കിന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാണ്. ഞാൻ ഓടിക്കുമെങ്കിലും പിള്ളേരെ ഓടിക്കുന്ന ഒരു പേടിയാണ് എനിക്ക്. ഞാൻ പറഞ്ഞു ബൈക്കൊന്നും ഇപ്പൊ വേണ്ട. അപ്പം താമസിക്കരുന്ന് കോളേജിൽ പോകാനായിട്ടൊരു. അപ്പൊ ഞാൻ ചെയ്തത്, ജനസിനോട് ചോദിച്ചറിയാം, ഷാറിനത് ഒന്ന് കൺഫേം ചെയ്യാം. വളരെ മോശപ്പെട്ട പരുവത്തിലുള്ള അത്യാവശ്യം ഒന്നും ഒരു 2 കിലോമീറ്ററൊക്കെ ഓടും അങ്ങനെയുള്ളൊരു ബൈക്ക്, അതിൻ്റെ ആവശ്യം അവിടെ ഉള്ളൂ. ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അന്നൊരു അതിനേക്കാൾ ശക്തനായ ഒരു ബൈക്ക് ഒരെണ്ണമൊക്കെ മേടിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് എവിടെ നിന്നേനെ എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഇതുകൊണ്ട് ഒരിടത്തും അങ്ങനെ
നമ്മുടെ നാട്ടിൽ പറയല്ലോ, ഇവിടെ പറയുമെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ നാട്ടിൽ പറയും, ഈ ചെത്തിപ്പോകുന്ന പരിപാടികളില്ലേ, അതിനൊന്നും നടക്കുകയല്ലത്. ചോദിച്ചത് ആവശ്യമാണെങ്കിലും ഇതിപ്പോ ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം. എങ്ങനെയാണ്? നമ്മുടെ കർത്താവിന് നമ്മളെ കുറിച്ച് ചിന്തയുള്ളത് കൊണ്ടാണ് കേട്ടോ. നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. കർത്താവ് സ്നേഹിക്കാത്തത് കൊണ്ടല്ല, കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്റെ കർത്താവ് എനിക്ക് ജീവിതത്തിൽ ഇത് തരുന്നില്ല. ഇങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? തന്നതിനായിട്ട് സ്തോത്രം ചെയ്യാറുണ്ട്, തരാത്തതിനായിട്ട് സ്തോത്രം ചെയ്യാറുണ്ടോ? കർത്താവെ, എന്റെ ജീവിതത്തിൽ നീ ഇത് തന്നില്ല, സ്തോത്രം. എന്റെ ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 മണിക്കൂർ സംസാരിക്കും. ഏതായാലും അങ്ങനെ ഇല്ല കേട്ടോ, അതിന് ഞാൻ തുനിയുന്നില്ല. ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കർത്താവ് തരാതിരുന്നത് എത്രയും നന്നായി. തന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവിതം എങ്ങനെ ആകില്ലായിരുന്നു. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? കർത്താവ് തന്നാലും കർത്താവ് തന്നില്ലെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? കർത്താവിനെ അനുസരിക്കുക. ദാനിയേൽ പ്രവചനത്തില് ശദ്രക്, മേശക്, അബേദ്നെഗോ എല്ലാവർക്കും അറിയാലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ പറയുന്നുള്ളൂ. രാജാവ് പറഞ്ഞു, ഈ നിൽക്കുന്ന ബിംബത്തെ നിങ്ങൾ നമസ്കരിച്ചില്ലെങ്കിൽ നിങ്ങളെ തീച്ചുളയിൽ ഇട്ട് കളയുമെന്ന് പറഞ്ഞു. ഞാൻ ചിന്തിക്കുന്ന എങ്ങനെയാണ്, വളരെ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടിയുണ്ട്, രാജാവേ ഇതിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാനായിട്ട് കഴിയും. ഇനി ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും അവിടെയാണ് ഒരു ഭക്തന്റെ തീരുമാനം. ഞങ്ങളുടെ ദൈവത്തിന് വിടുവിപ്പാൻ കഴിയും, കർത്താവിനാൽ അസാധ്യമായതൊന്നുമില്ല. പക്ഷേ ഇനി കർത്താവ് ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യില്ല? രാജാവ് നിർത്തിയ ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കാനായിട്ട് പോകുന്നില്ല. അത് എൻ്റെ ദൈവത്തോടുള്ള അനുസരണക്കേടാണ്, കൽപ്പന ലംഘനമാണത്. അനുസരിക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, ആണോ? കർത്താവിനെ അനുസരിക്കുമ്പം ചില കാര്യങ്ങൾക്ക് നോ പറയേണ്ടി വരുമല്ലേ? എല്ലാത്തിനോട് യെസ് പറയാൻ പറ്റില്ല, എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ പറ്റില്ല, എല്ലാവർക്കും കർണരസമാകുമാറ് സംസാരിക്കാൻ പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കർത്താവ് പറഞ്ഞത് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടോ? ഇല്ല. ഇഷ്ടപ്പെടാത്ത എത്ര പേര് ഉണ്ടായിരുന്നു? കർത്താവ് ശുശ്രൂഷ തുടങ്ങിയപ്പോ മുതലേ കർത്താവിനെ കൊല്ലുവാനായിട്ട് പലരും കളമൊരുക്കിയതാണ്. പക്ഷേ കർത്താവ് പലപ്പോഴും പറഞ്ഞു, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. കർത്താവിന്റെ മരണത്തിന്റെ നാഴിക വരാത്തത് കൊണ്ടാണ് ആർക്കും കർത്താവിനെ തൊടുവാനായിട്ട് കഴിയാതിരുന്നത്. അപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ തീരുമാനം ഇതായിരിക്കണം: എന്റെ കർത്താവ് എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും, എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കിയാലും ഇല്ലെങ്കിലും, കർത്താവ് ഈ വിഷയത്തിൽ മറുപടി തന്നാലും ഇല്ലെങ്കിലും, ഞാൻ എന്റെ കർത്താവിനെ സേവിക്കും, എന്റെ കർത്താവിനെ ഞാൻ അനുസരിക്കും, എന്റെ കർത്താവിനെ ഞാൻ സേവിക്കും. ഇങ്ങനെ ഒരു തീരുമാനത്തിലാണ് നമ്മൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഒരു കാര്യത്തിന് ഉറപ്പ് നിങ്ങൾക്ക് തരാം: ഈ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന, ഞാൻ ആദ്യം പറഞ്ഞ നിത്യതയിൽ തന്നെ എന്ന് അവസാനിക്കും. യാതൊരു സംശയവുമില്ല. ഈ കാലമെല്ലാം കഴിയും. നമ്മൾ പാടിയല്ലോ, പുതുയുഗം വിരിയുമ്പോൾ നിത്യതയിൽ കർത്താവിന്റെ രാജ്യത്തിൽ നാം എല്ലാവരും ചെന്നു ചേരും. ഈ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. എന്തെല്ലാം വന്നാലും, പണ്ടൊരു പാട്ട് എൻ്റെ അമ്മ എന്നും പാടുമായിരുന്നു, എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. നമ്മൾ അങ്ങനെ ചെയ്യൂ? എന്തെല്ലാം വന്നാലും, വാട്ട് എവർ ഹാപ്പൻസ്, എന്തെല്ലാം വന്നാലും എൻ്റെ കർത്താവിന്റെ പിന്നാലെ ഞാൻ സന്തോഷമായിട്ട് യാത്ര ചെയ്യും. വചനത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി ഉദാഹരണങ്ങൾ ഇതിന് കാണാം, ഈ അനുസരണത്തിന്. ആദമിനോട് ഹവ്വയോട് ഒറ്റ കാര്യം പറഞ്ഞോളൂ: ഒരു കാര്യം നീ ചെയ്യരുത്, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം നീ തിന്നരുത്, മറ്റെല്ലാം നിനക്ക് തിന്നാം. ഇത് ഒരു പ്രീച്ചർ പ്രസംഗിച്ചു കഴിഞ്ഞപ്പം ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഇത് സത്യമാണെന്ന് തോന്നുന്നില്ല, ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞു. കാരണം ഇത്രയും ഫലവൃക്ഷങ്ങളൊക്കെ ഉള്ളപ്പം ആ ഒരെണ്ണം പറിച്ചു നിന്ന് ഇത്രയും വലിയൊരു പ്രശ്നത്തിലാകപ്പെടുമെന്ന് വരും. അത്ര മണ്ടന്മാരാണോ?
അപ്പൊ പ്രീച്ചർ പറഞ്ഞു, എടാ മോനെ, നീ ഇന്ന് വളരെ ചെറുപ്പക്കാരനല്ലേ, നിന്നെ ഒരു വലിയ ലൈബ്രറി കൊണ്ടിരുത്തിയിട്ട് ഒരു ദിവസം മുഴുവനും അവിടെ നീ ഇരുന്ന് വായിച്ചോളാനായിട്ട് പറഞ്ഞു. അങ്ങനെ പറയാന്ന് സങ്കല്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് നിന്നോട് പറയും, ആ ലൈബ്രറി ഷെൽഫിൽ ഒരു ബുക്ക് ഇരിപ്പുണ്ട്, അത് 21 വയസ്സ് കഴിഞ്ഞവർക്ക് വായിക്കാനായിട്ട് അനുവാദമുള്ളൂ, അല്ലാത്തവരത് നോക്കുപോലും ചെയ്യരുത്. നീ ഇത് എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ശരിയാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ശരി തന്നെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ചെയ്യരെന്ന് പറയുന്നതാണ് മനുഷ്യൻ എന്താ ചെയ്യുന്നത്, ആദ്യം ചെയ്യാനായിട്ട് പോകുന്നു അല്ലേ? അപ്പൊ ചെയ്യരെന്ന് പറഞ്ഞിരിക്കുന്നതിനെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത മനുഷ്യനുണ്ട്. ഇതെല്ലാം നമ്മളിൽ ഇൻബോൺ ആണ്. ചെയ്യേണ്ടാത്ത കാര്യങ്ങളെ ചെയ്യാനായിട്ടുള്ള ഒരു ടെംപ്റ്റേഷൻ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. എന്നാൽ അതിനെ ജയിക്കാനായിട്ട് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, അവൻ മുഖാന്തരം ഇതെല്ലാം നടക്കുള്ളൂ. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ നമുക്ക് നോക്കാം. അബ്രഹാമിനെ ദൈവം വിളിച്ചു, കൽദയ പട്ടണം ഊർ, ആ പട്ടണത്തിൽ നിന്ന് വിളിച്ചു. ഞാൻ ആ സ്ഥലത്തെ കുറിച്ച് ചെറിയൊരു സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പം മനസ്സിലായത്, വളരെ സമ്പന്നമായ ചുറ്റുപാടിൽ അന്ന് 2 നിലയുള്ള വീടുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ? നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഇന്ന് അത് അവൈലബിൾ ആണ്, നമുക്കെല്ലാവർക്കും സെർച്ച് ചെയ്ത് നോക്കാം. അന്ന് കൽദയ പട്ടണത്തില് 2 നിലയുള്ള ബ്രിക്സ് കൊണ്ടുണ്ടാക്കിയ, ഇഷ്ടിക ചുട്ടുണ്ടാക്കിയ വീടുകൾ വരെ ഉണ്ടായിരുന്നു. നല്ല സൗകര്യത്തിൽ ജീവിച്ച അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാരിക ദേശത്തേക്ക് പോവാ. അബ്രഹാം ദൈവത്തെ എന്തോ ചെയ്തു? അനുസരിച്ചില്ലേ? പിന്നീട് താമസം എവിടെയായിരുന്നു? പിന്നീട് കൂടാരങ്ങളിൽ, വലിയ വലിയ വീട്ടിൽ നിന്ന് കൂടാരത്തിലേക്ക്, സമ്പന്നമായ രാജ്യത്ത് നിന്ന് ദരിദ്രമായ രാജ്യത്തിലേക്കുള്ള, എങ്ങോട്ടെന്ന് മാനുഷികമായി നോക്കിയാൽ അറിയാത്തൊരു യാത്ര, വിശ്വാസത്താലുള്ള പ്രയാണം. ഇതല്ലേ നമ്മുടെ ജീവിതം? ഇന്നെല്ലാവരും മിഷണറിമാരായിട്ട് പോകാൻ താല്പര്യപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഞാൻ പറയുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ആരും എന്താ യുഗാണ്ടയിലേക്കും അങ്ങനെയുള്ള ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ ആൾക്കാർ അങ്ങനെ പോകുന്നില്ലല്ലോ കൂടുതൽ. എന്നാൽ പ്രത്യേകമായിട്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് എങ്ങനെയെങ്കിലും, എനിക്കൊരാളെ അറിയാം, 10 പ്രാവശ്യം പോയി എംബസിയിൽ വിസയ്ക്ക് വേണ്ടി, ഉപവസിച്ചും പ്രാർത്ഥിച്ചൊക്കെ പോയി നോക്കി, പക്ഷെ കിട്ടിയില്ല പോകാനായിട്ട്. എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് ചെന്ന്, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനവിടെ ചെന്ന ഞാൻ രക്ഷപ്പെട്ടേനെ. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, ഇവിടെ പുള്ളി രക്ഷപ്പെട്ടില്ലേ എന്നുള്ളതാണ്. അബ്രഹാം അങ്ങനെയല്ല, വളരെ സമ്പൽ സമൃദ്ധിയിൽ നിന്ന് താൻ വിശ്വാസത്താൽ കൂടാരങ്ങളിൽ പാർത്ത്. പക്ഷെ ഒരു കാര്യം അബ്രഹാമിനുണ്ടായിരുന്നു, നിത്യതയെക്കുറിച്ചുള്ള ദർശനം ഉണ്ടായിരുന്നു. എന്താണ് ആ ദർശനം? ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള ഒരു നഗരമുണ്ട്, ഞാൻ അതിനു വേണ്ടിയാ കാത്തിരിക്കുന്നു. ഇവിടെ ഞാൻ പണിതുണ്ടാക്കിയിരിക്കുന്നതെല്ലാം താൽക്കാലികമാണ്, അടിസ്ഥാനങ്ങൾ ഇളകുന്നതാണ്. ഇതെല്ലാം നാം പാടിയല്ലോ, ഇന്ന് കാണുന്നതെല്ലാം അഴിയുന്നതാണ്, എന്നാൽ അഴിയാത്തത്, എന്നേക്കും നിലനിൽക്കുന്നത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് അതല്ലേ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും എന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു ഭവനം തീർക്കുവാനായിട്ട് പോകുന്നു. പണ്ടൊരു പാട്ട് ഞങ്ങൾ പാടുമായിരുന്നു, എനിക്ക് വേണ്ടി ഭവനം തീർപ്പാൻ സ്വർഗ പോയോനെ വരവ് നോക്കി കാത്തിടുന്നേ ഞാൻ. ഇന്ന് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കുറവാന്ന് തോന്നുന്നു. ഏതായാലും ഇവിടെ നല്ല പഴയ പാട്ടുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ പരമപിതാവിന് ഇതൊന്നും കേൾക്കാനേ ഇല്ല. മിക്കയിടത്തും ചെന്നാൽ കേൾക്കുന്നത് എന്താണ്? എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല. മറ്റവന്റെ വീട്ടിൽ എങ്ങനെയാന്ന് ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ലല്ലേ. വായ്പ വാങ്ങാൻ ഇടയാകുകയില്ല. എൻ്റെ ഭാര്യ എൻ്റെ മക്കളും അനുഗ്രഹിക്കപ്പെടും.
ഇതെല്ലാം എവിടെന്ന് സംഘടിപ്പിച്ചു എന്നുള്ളത് കർത്താവിനും അറിയത്തില്ല. ശരിക്കും ദൈവമക്കളായി തീർന്നവർക്ക് ഇതൊന്നും കേൾക്കുമ്പോൾ ഒരു സന്തോഷവുമില്ല. നമുക്ക് സന്തോഷം എന്താണ്? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി, എൻ്റെ ഭാവി പ്രത്യാശ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ പോയിട്ടുണ്ട്. ആ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ, നമ്മുടെ സ്ഥലം ഒരുക്കി തീർന്നാൽ നമ്മളെ കർത്താവ് അങ്ങ് ചേർത്തോളൂ. ഓരോരോ സമയങ്ങളിലാണ് നമ്മുടെയൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നത് കർത്താവ്, അല്ലേ? പണി തീർന്നാൽ നമ്മളും അങ്ങോട്ട്. അതുകൊണ്ടാ ഭക്തൻ പാടിയത്, ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊത്തിച്ച് ആനന്ദി. പേടിയുണ്ടോ ആരെങ്കിലും ഈ പാട്ട് കേൾക്കുന്നതിന്? ഞാനൊരിക്കലൊരു മീറ്റിംഗിൽ സമയമാം രഥത്തിൽ എന്നുള്ള പാട്ട് പാടി. അവിടെ ഇരുന്ന പലർക്കും ഭയങ്കര ഒരു ഷോക്ക് പോലെ. പക്ഷെ നാഗൽ സാഹിബ് ഈ പാട്ട് എഴുതിയത് ശവസംസ്കാരത്തിന് പാടാൻ വേണ്ടി അല്ലായിരുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ ബന്ധപ്പെട്ട് ഞാൻ ഓടുകയാണ്. ഈ യാത്രയെ കുറിച്ചത്. ആകെ അല്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഇതിനെ ഇന്ന് ഭയപ്പെട്ടല്ല നമ്മൾ ജീവിക്കുന്നത്, ധൈര്യത്തോടെയല്ലേ ജീവിക്കുന്നേ, അല്ലേ? ഈ കർത്താവിന്റെ മേശ എന്താ നമ്മളെ വിളിച്ചറിയിക്കുന്നത്? നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, കർത്താവ് വീണ്ടും വരും, അതല്ലേ? അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ, അത്രയും ക്ലിയർ ആകത്തില്ല മലയാളത്തിൽ, വി പ്രൊക്ലെയിം ഹിസ് ഡെത്ത് അണ്ടിൽ ഹി കംസ്. കർത്താവ് മടങ്ങി വരുന്നവരെയും അവന്റെ മരണത്തെ നമ്മൾ എന്ത് ചെയ്യുക? പ്രൊക്ലെയിം ചെയ്യാണ്, പ്രസംഗിക്കുകയാണ്, ഘോഷിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഈ ഘോഷിക്കുന്നത്? എന്റെ കർത്താവ് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സാത്താനെ ജയിച്ചു, പാപത്തെ ജയിച്ചു, മരണത്തെയും ജയിച്ചു. എന്റെ കർത്താവ് വീണ്ടും വരും. ഇതാ പ്രൊക്ലമേഷൻ. ഇതാണ് ഞാൻ ലോകത്തോട് പറയുന്നത്. ഇതാണ് ലോകത്തെ ഞാൻ വിളിച്ചറിയിക്കുന്ന സന്ദേശം, സുവിശേഷം ഇതാണ്. അതിന് തെളിവായിട്ടാണ് നമ്മൾ ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവിനെ അനുസരിക്കുന്നതിന് അതിനൊരു സമർപ്പണം നമുക്ക് വേണം. എന്തെല്ലാം വന്നാലും എൻ്റെ കർത്താവ് പറഞ്ഞിരിക്കുന്നതിനോട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ, പാസ്റ്റർ പറയുന്നത് കൊണ്ടല്ല. ചിലർ പാസ്റ്റർ വിളിച്ചില്ലേൽ വരികയല്ല ഉപവാസ പ്രാർത്ഥനയ്ക്ക്. പാസ്റ്റർ വിളിച്ചില്ലേല്, 2 ആഴ്ച പാസ്റ്റർ വിളിച്ചില്ലേല്, ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, ഞാൻ എൻ്റെ അനുഭവം പറയുക, വരികയല്ല. ഞാനതുകൊണ്ട് അങ്ങനെ ആരെയും വിളിക്കാറില്ല. കാരണം എന്താണെന്നറിയോ? ഇങ്ങനെയൊന്നും വിളിച്ചു കൂട്ടലൊന്നും നടക്കുകയില്ല. കർത്താവ് വിളിച്ചവൻ വരും, ഇല്ലേ? വിളിക്കണ്ടെന്നല്ല കേട്ടോ ഭാഷ പറഞ്ഞു, എല്ലാവരെയും വിളിച്ചോണം. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ആരെയും നിർബന്ധിച്ച് എന്താ ചെയ്യാൻ പറ്റില്ല. ഇത് നിർബന്ധിച്ച് ചേർക്കേണ്ട ഒരു പ്രസ്ഥാനമൊന്നുമല്ല. ഇതെല്ലാം ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച് ദൈവസഭയോട് ചേർത്ത് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മീയ ഗ്രഹത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്ന ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ നിന്ന് വേർപെടുത്തി കൂട്ടാൻ ഒന്നിനും കഴിയില്ല. പൗലോസ് പറഞ്ഞത് ഒരു ശക്തിക്കും കഴിയില്ലെന്നാണ്. മരണത്തിനോ ജീവനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ യാതൊന്നിനും കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ നമുക്ക് സേവിക്കാം. എൻ്റെ സമയം തീർന്നു, ഞാൻ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ കർത്താവിലേക്ക് നോക്കിയാൽ നമ്മുടെ കർത്താവ് അനുസരിക്കാനായിട്ട് ഈസി ആയിരുന്നോ? എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം എന്ന് പറഞ്ഞു കർത്താവില്ലേ? കർത്താവ് ഇവിടെ കടന്നു വന്നതിന്റെ ഏക ഉദ്ദേശം പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ്. കർത്താവിന്റെ മരണം നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ കർത്താവിന് അത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ സമ്മതമായിരുന്നു? ആണോ? അല്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം കഴിയുമെങ്കിൽ, പക്ഷെ ഒരു കാര്യം പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കണം, നിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. അങ്ങനെ
ദൈവേഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ച് ഗത്സമനയിൽ നമ്മുടെ കർത്താവ് അതിവ്യഥയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. വായിക്കുന്നത് എങ്ങനെയാണ്? രോമകൂപങ്ങളിൽ കൂടെ രക്തം വിയർപ്പ് തുള്ളികളായി. അത്ര സ്ട്രെസ് നമ്മുടെ കർത്താവ് അനുഭവിച്ചു. അത്ര ടെൻഷനിൽ കൂടെ കർത്താവ് കടന്നുപോയി ഒരു മനുഷ്യൻ എന്ന നിലയിൽ. കാരണം എന്താണ്? വരുവാൻ പോകുന്ന കർത്താവിന് നല്ലതുപോലെ അറിയാമായിരുന്നു. ക്രൂശീകരണം ഒരു 2 ദിവസം മുതൽ 7 ദിവസം വരെയെങ്കിലും ക്രൂശിൽ കിടക്കേണ്ടതായിട്ട് വരും. പക്ഷെ കർത്താവ് അത്രയും കിടന്നില്ല. മാത്രമല്ല, അതിലുള്ള അപമാനം പൂർണ്ണ നഗ്നനായി സമൂഹത്തിന്റെ നടുവിൽ ഇത്രമാത്രം അപമാനിക്കപ്പെട്ട് അങ്ങനെ ഒരു മരണം ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയില്ല. മരണത്തെക്കുറിച്ച് ചിന്തിക്കാം, പക്ഷെ അങ്ങനെ ഒരു മരണം. പക്ഷെ അവിടെയും കർത്താവ് എന്താ പറഞ്ഞത്? പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. നമ്മുടെ കർത്താവിനെ കുറിച്ച് വായിക്കുന്നത് എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ ഒരു വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക് ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായിട്ട് തീർന്നു. നമ്മുടെ കർത്താവ് അനുസരിച്ച് പിതാവിനെ അവന്റെ മക്കളാകുന്ന നാം ആ രക്ഷയിൽ പങ്കുകാരായി തീരുവാൻ അവനെ അനുസരിക്കണം. മറ്റെല്ലാവരെയും അനുസരിക്കുന്നതിനേക്കാൾ ഉപരി കർത്താവിനെ അനുസരിക്കുന്നുണ്ടോ നമ്മൾ? മറ്റാരെയും ഭയപ്പെടുന്നതിനേക്കാൾ ഉപരി കർത്താവിനെ ഭയപ്പെടുന്നുണ്ടോ നമ്മൾ? അങ്ങനെയാണെങ്കിൽ വേറെ ഒരു ഭയവും ജീവിതത്തിൽ കാണില്ല. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ ഉള്ളിൽ വേറെ ഭയങ്ങളൊന്നുമില്ല. കർത്താവിനെ അനുസരിക്കുന്നവന്റെ ഉള്ളിൽ മറ്റാരെ അനുസരിക്കാനുള്ള യാതൊരു വിധമായിട്ടുള്ള പ്രേരണയില്ല. പൗലോസ് പറഞ്ഞിരിക്കുന്നത് പോലെ പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ഏതൊരു പടയാളി എന്ത് ചെയ്യുന്നില്ല? ജീവനകാര്യങ്ങളിൽ ഇടപെടുന്നില്ല. നമുക്ക് നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കാം, കർത്താവിനെ അനുസരിക്കാം. കർത്താവ് പറഞ്ഞ ഉപമയെന്നും ഓർക്കാം. ചെയ്യാമെന്ന് പറയുന്നവനല്ല, ഇനിയും ചെയ്യുകയല്ലെന്ന് പറഞ്ഞാലും മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ഇന്ന് മാനസാന്തരപ്പെടുന്നവർ വളരെ കുറവല്ലേ? ശരി, മാനസാന്തരത്തിന്റെ ലക്ഷണം എന്താണ്? അതാ പറഞ്ഞു, മാനസാന്തരത്തിന് യോഗ്യമായ നല്ലൊരു ഉദാഹരണമാണ് സക്കായി. എല്ലാവർക്കും അറിയാമല്ലോ. മാനസാന്തരപ്പെട്ടപ്പോ എന്താ സംഭവിച്ചു? മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പം സക്കായി പറഞ്ഞു, എന്റെ വസ്തുവകയിൽ പാതി ദരിദ്രന്മാർക്ക്, ചതിവായിട്ട് വാങ്ങിയിട്ടുള്ളത് 4 മടങ്ങ് മടക്കി കൊടുത്തേക്കാം. ഇപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ സക്കായി കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പം സമ്പന്നനാകുകയല്ല ഇത് ഉണ്ടായിരുന്നതല്ല. എനിക്ക് അങ്ങനെ ഒരാളെയാ കേരളത്തിൽ അറിയാവൂ. തൃശ്ശൂർ ഒരു ജോഷി എന്ന് പറഞ്ഞൊരു സാറുണ്ട്, ഫോറസ്റ്റ് ഓഫീസറായിരുന്നു. തന്റെ വസ്തുവകയെല്ലാം വിറ്റിട്ടാണ് താൻ സൂചിച്ചിട്ട് വില ചെയ്യുന്നത്. ഈ സക്കായി തനിക്കുള്ളതെല്ലാം അന്യായമായിട്ട് കൈവച്ചതെല്ലാം തിരിച്ചു കൊടുത്തു. ശരി, മാനസാന്തരമാണ് അല്ലേ? കർത്താവ് പറഞ്ഞു, നിങ്ങളും അല്ലല്ല മാനസാന്തരപ്പെടാന്നാൽ നിങ്ങൾ നശിച്ചു പോകും. മാനസാന്തരപ്പെടുക, കർത്താവിനെ അനുസരിക്കുക, കർത്താവിനെ ഇഷ്ടമുള്ളത് ചെയ്യുക, കർത്താവിനെ ഭയപ്പെടുക. ആ 2 മക്കളിൽ ഒരുവനാണ് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. തലകൾ വണക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് നിന്നെ അറിയുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഇവിടുത്തെ മക്കളായി തീരുവാൻ തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പാപങ്ങളെ നീ ക്ഷമിച്ച് നിന്റെ കൃപയിൽ ഞങ്ങളെ ആക്കിയതിനായിട്ട് സ്തോത്രം. നിത്യജീവൻ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. നിന്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ പ്രകാശിപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതാവസാനം വരെയും അന്ത്യശ്വാസം വരെയും കർത്താവെ നിന്നെ ഭയപ്പെടുവാൻ, നിന്നെ അനുസരിക്കാൻ നീ ഞങ്ങൾക്കെല്ലാം കൃപ തരണമേ. സഭയായി ഞങ്ങളെല്ലാവരെയും അതിനുവേണ്ടി സഹായിക്കണമേ കർത്താവെ. എന്നും ഒരു ആത്മീയ ദാരിദ്ര്യം ഞങ്ങളിൽ നൽകണമേ കർത്താവെ. നിന്നോട് കൂടെ അല്ലെങ്കിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതം ഒരു വേസ്റ്റ് ആണല്ലോ. നിന്നോട് കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയോജനമില്ലല്ലോ കർത്താവെ. നിന്നോട് കൂടെ ഞങ്ങൾക്ക് നിന്നെ സേവിപ്പാനായിട്ട്
നിന്നെ അനുസരിപ്പാനായിട്ട്, അതിനുള്ളൊരു സമർപ്പണത്തിലേക്ക്, ഏത് ത്യാഗവും സഹിച്ചിട്ടായാലും കർത്താവിനെ അനുസരിപ്പാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ സഭയെ അനുഗ്രഹിക്കണം, അവിടെ ദാസന കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ, കൂട്ടുവേലക്കാരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇവിടെ കടന്നു വരുന്ന എല്ലാ ദൈവമക്കളും കർത്താവെ അനുഗ്രഹീതരായി നിന്റെ സാക്ഷികളായിട്ട് തരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.